മഴത്തോര് മുൻപിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഗംഗാധരനാണെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്ത് അപേക്ഷിക്കുന്നുണ്ട്, നീ ഇനി വൈജിയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കല്, വൈജിയോട് ക്ഷമിക്കാൻ മനസ്സുണ്ടാവണം എന്നൊക്കെ ഗംഗാധരൻ പറയുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ ഇതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ബാലേന്ദ്രൻ പറയാണ്, ഞാൻ എന്തിനു ക്ഷമിക്കണം, ഞാൻ എങ്ങനെ ക്ഷമിക്കണമെന്നാണ് നിങ്ങളീ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു ഗംഗാധരനെ ആകപ്പാടെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഇപ്പോഴും ആ കിടക്കയിൽ കിടന്ന് അവൾ ആലോചിക്കുന്നത് എങ്ങനെ കുടുംബ കോടതി കയറാം, എങ്ങനെ കോടതിയിൽ ജയിക്കാം എന്നതിനെക്കുറിച്ചാണ് അവൾ ആലോചിക്കുന്നതെന്ന് ബാലേന്ദ്രൻ പറയാണ്. എന്നെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് മാത്രമാണ് അവളുടെ ചിന്ത എന്ന് ബാലേന്ദ്രൻ പറയാണ്. പിന്നെ ഞാനൊന്നും അവൾക്കെതിരെ ചെയ്യണ്ട, അവൾ തന്നെ അവളുടെ കുഴി തോണ്ടിക്കോളും, അതിനകത്ത് അവൾ സ്വയം ചെന്ന് വീണോളും എന്ന് ബാലേന്ദ്രൻ പറയാണ്. ഞാൻ കണ്ടുകൊണ്ട് നിന്നാൽ മാത്രം മതി എന്ന് പറയാണ്. അപ്പം ഗംഗാധരൻ ചോദിക്കുകയാണ്, ബാലേന്ദ്രൻ ഇത്രയും പക അവളോടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഇല്ലാതെ 23 വർഷം എന്നെ ചതിച്ചവളോട് ഞാൻ എങ്ങനെ ക്ഷമിക്കാനാ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഒരു ഉറപ്പ് എന്തായാലും നിങ്ങൾക്ക് ഞാൻ തരാം, ഞാനായിട്ട് അവളെ ദ്രോഹിക്കത്തില്ല, പക്ഷേ അവളായിട്ട് അതിന് മുൻകൈ എടുത്തോളൂ. അഹങ്കാരത്തിൻ്റെ കൊടുമുടി നിൽക്കുന്ന അവൾക്ക് താഴോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ല, അവളെല്ലാവരെയും നശിപ്പിക്കാനേ നോക്കത്തുള്ളൂ. അവൾ കുടുംബ കോടതി വരട്ടെ, അവിടെ വരുമ്പോഴാണ് എനിക്ക് അവളെ കണ്ടത്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ നാണം കെടുത്തും. അവൾ തെളിവുകളായിട്ട് വരട്ടെ, എൻ്റെ മുന്നിൽ ഒറ്റ തെളിവേ ഉള്ളൂ, അലീന, അത് മാത്രം മതി. അപ്പം അത് കാണാൻ കൊല്ലപ്പള്ളിക്കാരെല്ലാം വരണം, എനിക്കതാ കാണേണ്ടത് എന്ന് ബാലേന്ദ്രൻ പറയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഗംഗാധരൻ തലകുനിച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനായിട്ടൊന്നും അവളെ അറിയിക്കത്തില്ല, അത് എൻ്റെ ഉറപ്പാണെന്ന് പറയാണ്. ഗംഗാധരൻ അങ്ങനെ ശരി ഞാൻ ഇറങ്ങുവാണെന്ന് പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയണം, ആയിക്കോട്ടെ പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പെങ്ങളെ തിരിച്ച് വരുത്തിച്ചോളും എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അങ്ങനെ അലീനയുടെ അയിന്ന് ആഹാരമൊക്കെ വാങ്ങിച്ച് കഴിക്കണം എന്നും പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണമെന്നൊക്കെ ബാലേന്ദ്രൻ പറയുകയാണ്. പിന്നെ താഴോട്ട് ഗംഗാധരൻ ഇറങ്ങി ചെല്ലുമ്പോൾ മനു അവിടെ ഗംഗാധരനെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ എന്താ പറഞ്ഞു വല്യച്ഛ എന്ന് ചോദിക്കുകയാണ്. എന്ത് പറയാനാ, അതങ്ങനെയൊന്നും ഒതുങ്ങുന്ന തോന്നുന്നില്ല മനു. ബാലേന്ദ്രൻ്റെ മനസ്സിൽ ഇപ്പോഴും വൈജിയോട് ദേഷ്യവും പകയും ഉണ്ട്. അത്രയ്ക്ക് അവൾ ബാലേന്ദ്രനെ ദ്രോഹിച്ചിട്ടുണ്ട്. ബാലേന്ദ്രൻ പറയുന്നത് ഇത്രയും വലിയ ചതി ചെയ്തിട്ട് അവൾക്കൊരു കുറ്റബോധവും പോലും ബാലേന്ദ്രൻ്റെ മുന്നിൽ ഇന്ന് വരെ തോന്നിയിട്ടില്ല. അപ്പം എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഇപ്പം ആകപ്പാടെ ദേഷ്യത്തിലാണെന്ന് ഗംഗാധരൻ മനുവിൻ്റെ അടുത്ത് പറയാണ്. അപ്പം മനു ചോദിക്കുകയാണ്, വലിയച്ഛ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അപ്പം ഗംഗാധരൻ പറയാണ്, ഇത് സോൾവ് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ, വൈജയുടെ അടുത്ത് പറയണം അലീന സ്വന്തം മോളാണെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും നാൾ അവൾ ആ അലീനയോട് ചെയ്തത് അത്ര വലിയ ക്രൂരതകളല്ലേ. ഈ തെറ്റുകളെല്ലാം ഞാൻ ചെയ്തത് സ്വന്തം മോളോടാണെന്ന് അവൾക്ക് ബോധ്യപ്പെടുമ്പോൾ ചിലപ്പോൾ അവൾക്കത് സഹിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നെ അവൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും, ഇല്ലെങ്കിൽ ഇവർ തമ്മിൽ പിരിയും. അതേ നടക്കത്തുള്ളൂ എന്ന് ഗംഗാധരൻ പറയുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ കൃഷ്ണമോളും അലീനയും കൂടെ അങ്ങോട്ട് വരികയാണ്. അലീന പറയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം എന്ന് പറയാണ്. അപ്പം ഗംഗാധരൻ കഴിക്കാമെന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയാണ്, കൃഷ്ണമോളടുത്തായിട്ട് പറയാണ്, നിങ്ങൾ അച്ഛനെ സമാധാനിപ്പിക്കണം, ബാലേന്ദ്രന് ഉണ്ടായ ഷോക്ക് ചെറുതൊന്നുമല്ല, അത് നമുക്ക് മനസ്സിലാക്കാം എന്ന് ഗംഗാധരൻ പറയാണ്. അലീനയാണെങ്കിൽ പറയാണ്, ഞാൻ അറിയണ്ടെന്ന് ആഗ്രഹിച്ചവരെല്ലാം ഈ കാര്യം അറിയണമെന്ന് ആഗ്രഹിച്ച ഒരാൾ മാത്രം ഇതുവരെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ഇനി അത് അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തുമില്ല എന്ന് പറയാണ്. അപ്പം മനു പറയാണ്, അത് ചിലപ്പോൾ ആൻറ്റിക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. കാരണം ഇത്രയും നാൾ ഇത്രയും വലിയ ദ്രോഹം ചെയ്തത് സ്വന്തം മകളോടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആൻറ്റി എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ബാലേന്ദ്രൻ അങ്കിൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നറിഞ്ഞാൽ അതും എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് മനു പറയാണ്. ഗംഗാധരൻ പറയാണ്, എന്തായാലും അവൾ കുറച്ച് നാളെടുക്കും റിക്കവറായി വരാൻ, അതുവരെ നമുക്ക് സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞേ അവൾ ഇതിനെല്ലാം ഇറങ്ങത്തുള്ളൂ. എന്തായാലും അവൾക്ക് സ്വയം നിൽക്കാനും സ്വന്തമായി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം എടുക്കുമല്ലോ, അതുവരെ നമുക്ക് സമയമുണ്ട്, നമുക്ക് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് ഗംഗാധരൻ പറയാണ്. അന്നെങ്കിൽ കഴിക്കാം എന്നും പറഞ്ഞ് ഗംഗാധരൻ കഴിക്കാനായിട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ കഴിച്ച് ഗംഗാധരൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ബൈയൊക്കെ പറഞ്ഞ് ഗംഗാധരൻ പോവുകയാണ്. നേരെ ഗംഗാധരൻ പോകുന്ന ഹോസ്പിറ്റലിലേക്കാണ്. വൈജയെ കണ്ടിട്ട് പോകാമെന്ന രീതിയിൽ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഈ സമയത്ത് കടപ്പാട്ടൂരിൽ നിന്ന് ബാലചന്ദ്രനും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. കാരണം ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും ബാലചന്ദ്രൻ എന്നും വൈജയുടെ അടുത്ത് എത്തുന്നുണ്ട്, വൈജയുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നും ബാലചന്ദ്രൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ബാലചന്ദ്രൻ എത്തുന്നുണ്ട്. അങ്ങനെ വൈജയെ കണ്ട്
ഗംഗാധരൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗംഗാധരൻ പറയുന്നതൊക്കെ വൈജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇന്ന് പോവുകയാണെന്നൊക്കെ വൈജി എടുത്ത് പറയുന്നുണ്ട്. നീ സുഖമായിട്ടൊക്കെ ഇരിക്കുക എന്നൊക്കെ വൈജയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വൈജയെ കണ്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ വരുന്നുണ്ട്. ബാലേന്ദ്രനെ കാണുമ്പോഴത്തേക്ക് ഗംഗാധരൻ ഒരു സമാധാനമൊക്കെ ആവുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ എന്താ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. ഞാൻ എന്നും വരാറുണ്ട്. ഞാനിവിടെ വന്ന് വൈജയുടെ കാര്യങ്ങളെല്ലാം തിരക്കാറുണ്ട്. മാത്രമല്ല അവൾക്ക് വേണ്ടുന്ന മെഡിസിൻസിൻ്റെയും അതുപോലെ അവൾക്ക് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായി ഉറപ്പ് വരുത്തുന്നതുണ്ട്. ഗംഗാധരൻ പറയാണ്, അത് നല്ല കാര്യമാണ്. ഭാര്യയുടെ കാര്യം എല്ലാം നോക്കേണ്ടത് ഭർത്താവ് തന്നെയല്ലേ എന്ന് ഗംഗാധരൻ പറയാണ്. ബാലേന്ദ്രൻ പറയാണ്, ഞാൻ അവളുടെ ചികിത്സാപരമായ കാര്യങ്ങളെല്ലാം ഉറപ്പ് വരുത്താനാണ് ഞാൻ വരുന്നത്. അല്ലാതെ ആ കാപട്യം നിറഞ്ഞ സ്ത്രീയോട് പ്രേമം മൂത്തിട്ടൊന്നുമല്ല. ആ കാലമൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് അവളോടുള്ളത് പകയും വിദ്വേഷം മാത്രമേ ഉള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയാണ്. പിന്നെ അവിടെ ഉള്ള രാജീവും ശിവനൊക്കെ ഉണ്ടല്ലോ, ഈ കാര്യങ്ങൾ ആലീന വൈജയുടെ മകളാണെന്ന് അറിയുന്നതിന് മുമ്പ് ഇവിടെ ഒരു റൂമൊക്കെ എടുത്ത് നിന്ന് എന്നും വരുമായിരുന്നു. എന്നാൽ അവളുടെ ഒരു ബില്ലിൻ്റെ കാര്യമോ അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലും ആവശ്യത്തിൻ്റെ കാര്യമോ അവർ തിരക്കാറില്ല. അവർ വന്ന് ഇവിടെ ഡെയിലി വന്ന് എന്നോട്ട് വഴക്ക് വിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി പോവുകയാണ് ചെയ്തത്. അല്ലാതെ അവർ വൈജയുടെ കാര്യങ്ങളൊന്നും തിരക്കിയിട്ടില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ലേ ഇതെല്ലാം പറ്റിയത്. ബാലേന്ദ്രൻ ക്ഷമിക്ക്, അവരുടെ തെറ്റുകളൊക്കെ അവരിപ്പോൾ തിരുത്തുന്നുണ്ട്. ഞാൻ ഒരു തെറ്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൻ്റെ ഇടയിലേക്കോ അലീനയുടെ ജീവിതത്തിലേക്കോ ഇനി അവർ വരുത്തില്ല. അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് ഗംഗാധരൻ പറയാണ്. ബാലേന്ദ്രൻ പറയാണ്, അങ്ങനെ വരാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം. പിന്നെ അവരെങ്ങനെ വരാനാ? അവർക്ക് മനസ്സിലായല്ലോ സ്വന്തം പെങ്ങളാണ് തെറ്റുകാരി എന്ന് അവർക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ വന്ന് എൻ്റെ മുന്നിൽ ഒരു ന്യായീകരണം പറയാനും ഇല്ല എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. ഗംഗാധരൻ പറയാണ്, എന്നെങ്കിൽ ഞാൻ ഇറങ്ങുക ബാലേന്ദ്ര എന്ന് പറഞ്ഞ് ഗംഗാധരൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാണ്. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.